ഇവിടെ പ്രേക്ഷകരെ നമുക്കൊപ്പം സൈഫുനിസ ചേരുന്നുണ്ട്. ഈ വാർത്താ പ്രഭാതത്തിൽ കലൂരിലെ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ പുരോഗതി, മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ശ്വാസകോശത്തിലെ അണുബാധ കുറഞ്ഞാൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. വിദഗ്ധ മെഡിക്കൽ സംഘവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശയവിനിമയം നടത്തി. നൃത്ത പരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെ മൊഴിയെടുത്തു. കുട്ടികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുത്തിരുന്നു. സൈഫുനിസ അലിയാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ ഗംഭീരമായിരുന്നു എന്ന് തോന്നുന്നു പുതുവർഷമൊക്കെ. അപ്പോൾ പുതുവർഷത്തിൽ ഒരുപാട് പ്രതിജ്ഞകളും തയ്യാറെടുപ്പുകളും ഒക്കെ ഉണ്ടാവും. ഇന്നലെ സിനോജ് ഇപ്പോൾ പറഞ്ഞത് അരമണിക്കൂർ നേരത്തെ എഴുന്നേക്കാൻ തീരുമാനിച്ചു എന്നാണ്. സെവനീസ അങ്ങനെ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടോ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. വലിയ തീരുമാനങ്ങളൊന്നും ഇല്ലാതെയാണ് ന്യൂ ഇയർ ഒരു സമാധാനപരമായി ആഘോഷിച്ച് തുടങ്ങാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉമാ തോമസ് MLA ആരോഗ്യസ്ഥിതിയെ പറ്റിയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ പുതുവത്സരത്തിൽ ഒരു ശുഭസൂചനയാണ്. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന മരുന്നുകളോട് പ്രതികരിക്കുകയും ഒപ്പം തന്നെ ശുഭസൂചകമായ വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സാധാരണ നിൽക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തീ പിടിച്ചു, ഏതെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു എന്നൊക്കെയാണ്. ഇന്നിപ്പോൾ രാവിലെ വിഷ്ണുവിനെ കണ്ടെത്തിയ വാർത്ത, സൈനികനെ കണ്ടെത്തിയ വാർത്ത നമ്മൾ കൊടുത്തു. പുനരധിവാസ പദ്ധതി വേഗത്തിലാകാൻ വേണ്ടിയിട്ട് ഇന്ന് സ്പോൺസർമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച. മൂന്നാമത്തെ വാർത്തയാണ്. സൈഫുനിസ പറഞ്ഞോളൂ. ഇന്നലെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു എന്നൊക്കെ. അത് ഇന്നലെ ഉച്ചയ്ക്കും രാത്രിയും തുടർന്നു. മക്കൾ ചോദിക്കുന്നതിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. വെന്റിലേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നതിൽ സംസാരിക്കാനാകില്ല എങ്കിൽ പോലും കണ്ണുകൾ തുറന്നും ചിരിച്ചും ഒക്കെ ഈ മക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നുണ്ട് ഉമാ തോമസ് MLA എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സാധാരണ പോലെ ഒരു മെഡിക്കൽ സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് രാവിലെ ചേരും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകുക. ഇന്നലെ തന്നെ ഈ മെഡിക്കൽ ടീമിൻ്റെ സംയുക്ത യോഗം, അതായത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും ഒപ്പം തന്നെ ഇവിടുത്തെ മെഡിക്കൽ സംഘത്തിൻ്റെയും റിനൈൻ മെഡിസിറ്റിയിലെ ഉമാ തോമസ് MLA ചികിത്സിക്കുന്ന മെഡിക്കൽ സംഘത്തിൻ്റെയും ഒരു സംയുക്ത യോഗം ഇന്നലെ നടന്നിരുന്നു. അതിൽ പല കാര്യങ്ങളും വിലയിരുത്തി. ആവശ്യമെങ്കിൽ ഈ ശ്വാസകോശത്തിലെ അണുബാധ ഗുരുതരമാകുന്നില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റുന്ന കാര്യം വരെ ആലോചിക്കാവുന്ന തരത്തിലേക്കാണ് ഇന്നലെ ഈ ധാരണയായത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സാധാരണ പോലെ 10 മണിയോട് കൂടി ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോൾ രാവിലെയും മക്കൾ ഉമാ തോമസ് MLA കയറി കണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ മൃദംഗ വിഷൻ സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന നൃത്ത പരിപാടിയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 12,000 നർത്തകരാണ് പങ്കെടുത്തത്. അത് പല സ്കൂളുകളിൽ നിന്ന് നൃത്ത അധ്യാപകരുടെ കീഴിലുള്ള കുട്ടികളാണ്. ഓരോ സ്കൂളിൽ നിന്നും 100 കുട്ടികളെ വീതം പങ്കെടുപ്പിക്കാനാണ് ഈ അധ്യാപകർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഈ മുഴുവൻ കുട്ടികളെയും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന അധ്യാപകർക്ക് സ്വർണ്ണ നാണയം അടക്കം സമ്മാനം വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഒരു കുട്ടിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 4,000 രൂപ വരെയാണ് ഈ പരിപാടിയുടെ പേരിൽ ഈ സംഘാടകർ കൈപ്പറ്റിയിരിക്കുന്നത്. അതിൽ ഇന്നലെ കല്യാൺ സിൽക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അവർ പറഞ്ഞിരുന്നു. 390 രൂപ മാത്രമാണ് ഒരു സാരിക്ക് വിലയായി അവർ ഈടാക്കിയിരുന്നത്. പക്ഷേ 1,500 രൂപ വരെ ഈ സാരിയുടെ പേരിൽ സംഘാടകർ വാങ്ങിയതായി അറിയാൻ സാധിച്ചു. തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ പേരിൽ ഈ വഞ്ചന നടത്തുന്നത് ശരിയല്ല, നീതീകരിക്കാനാകില്ല എന്ന് കല്യാൺ സിൽക്സ് ഇന്നലെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു ഗൗരവമായ അന്വേഷണം നടത്തുന്നത്. 4 കോടിയിലേറെ രൂപ ഈ നർത്തകരിൽ നിന്ന് മാത്രം മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവരുടെ രക്ഷിതാക്കൾ ഈ ഗാലറിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവർക്ക് 150 രൂപ മിനിമം ടിക്കറ്റ് എടുക്കണം. ഫസ്റ്റ് ഗാലറിയിലാണ് ഇരിക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് മുകളിലായിരുന്നു ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ഒരു 10-20,000-ഓളം പേരെങ്കിലും അന്ന് ഈ പരിപാടി വീക്ഷിക്കാനായി എത്തിയിട്ടുണ്ട്. മറ്റു ടിക്കറ്റുകളൊക്കെ കുറച്ചെങ്കിൽ പോലും അക്കാര്യത്തിലും ഒരു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാകുന്നത്. ഇന്നലെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി സൗത്ത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഇന്നലെ മൊഴിയെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു ഈ ഗിന്നസ് റെക്കോർഡിനൊക്കെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി അവർ നേരിട്ട് നടത്തുന്ന പരിപാടിയാണെങ്കിൽ അതിൽ ആളുകളെ പങ്കെടുപ്പിക്കുമ്പോൾ അത് തികച്ചും സൗജന്യമായാണ് സാധാരണഗതിയിൽ നടത്താറുള്ളത്. അവരുടെ സാന്നിധ്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും വലിയൊരു റെക്കോർഡിനൊക്കെ വേണ്ടി മത്സരിക്കുമ്പോൾ ഇത്ര
1000 കുട്ടികൾ അതിന്റെ ഭാഗമാകാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെയാണ് എറണാകുളത്തേക്ക് അന്ന് കുട്ടികൾ എത്തിയത്. അത് അവരുടെ സ്വന്തം ചെലവിലാണ് എത്തുകയും ചെയ്തത്. പക്ഷേ പിന്നീട് ഇവരുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് 3500 രൂപ വാങ്ങുന്നു, വസ്ത്രത്തിന് എന്ന് പറഞ്ഞ് 1600 രൂപ വാങ്ങുന്നു, മറ്റ് യാത്രാ ചെലവ് 1000, ഏറ്റവും കുറഞ്ഞത് അതായത് കാക്കനാട് നിന്ന് കലൂർ വരെയുള്ള യാത്രാ ചെലവ് 500 രൂപയാണ് ചില ട്രാവൽസ് എല്ലാം വാങ്ങിയതെന്നാണ് നമുക്ക് രക്ഷിതാക്കളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ അടിമുടി അഴിമതി നടന്ന ഒരു പരിപാടി കൂടിയായി മാറിയിരിക്കുകയാണ് ഈ മൃദംഗനാദം എന്ന പരിപാടി. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പരിപാടി നടത്തിയപ്പോഴേ എത്ര രൂപ ഇവരെ അടിച്ചു മാറ്റി കാണും എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ സൈഫുനീസ പറഞ്ഞ കണക്കാണ്. 390 രൂപയ്ക്ക് കൊടുത്ത സാരി 1600 രൂപയ്ക്ക് കൊടുത്തു. ആ ഒരു സാരിക്ക് 1210 രൂപയാണ് ഇവർ അടിച്ചു മാറ്റിയത്. മൊത്തം 11,600 പേര് പങ്കെടുത്തപ്പോൾ ഏകദേശം 1,40,00,000 രൂപയോ മറ്റോ 1,05,00,000 രൂപയോ മറ്റോ ഈ സാരി ഇനത്തിൽ മാത്രം അവർക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ സൈഫുനീസ പറഞ്ഞതുപോലെ 3,500 രൂപ വെച്ച് രജിസ്ട്രേഷൻ ഫീസ്, ഒരു 4-4.5 കോടി രൂപ അങ്ങനെയും പിരിഞ്ഞ് കിട്ടി. ചുരുക്കത്തിൽ ഒരു 5-5.5 കോടി രൂപ മൊത്തം ഈ പരിപാടിക്ക് കിട്ടിയെന്നാണ്. എന്നിട്ട് 10-25 ലക്ഷം രൂപ പോലും ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യം അവിടെ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സംഭവം ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു മാഫിയ സംഘമാണ്. കുറുവാ സംഘം വല്ലതും ആണോ എന്തോ ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. സൈഫുനീസ, നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം എവിടെ തൊട്ടാലും ആ രീതിയിൽ വലിയ വെട്ടിപ്പായിരുന്നു നടന്നത് എന്നത് വളരെ കൃത്യമാണ്. ഇതൊരു വലിയ സാമ്പത്തിക തട്ടിപ്പിൻ്റെ വാർത്ത കൂടിയായിരിക്കും ഇനി വരും ദിവസങ്ങൾ പുറത്തു വരികയല്ലേ സൈഫുനീസ? ഇതൊക്കെ ആര് കണക്ക് കൊടുക്കാൻ, ആര് കണക്ക് ശേഖരിക്കാൻ അല്ലേ? തീർച്ചയായും. കാരണം ഈ GCDAക്ക് 12 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്റ്റേഡിയം വാടകയ്ക്ക് നൽകുന്നത്. ആ പണം പൂർണ്ണമായും ഇവർ നൽകിയിട്ടില്ല. അതുകൂടാതെ ഈ മ്യൂസിക് സൗണ്ട് സിസ്റ്റം എന്നിവയ്ക്കുള്ള പണവും പൂർണ്ണമായും നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടിമുടി എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പരിപാടിയാണ്, ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ ഈ ദിവ്യ ഉണ്ണിയും സിജോയ് വർഗീസിനെ അടക്കമുള്ളവരെയൊക്കെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്നുള്ളത് നമ്മൾ ഇന്നലെ നൽകിയിരുന്ന വാർത്തയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ DCPയോട് സംസാരിച്ചപ്പോൾ ന്യൂ ഇയർ കഴിയട്ടെ എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇന്നലെ ന്യൂ ഇയർ ആഘോഷങ്ങളായി പോലീസ് വലിയ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നു മുതൽ ഏത് ദിവസവും ഇവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു സൈഫുനീസ. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം പുതുതായിരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 390 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ 1210 രൂപയല്ലേ ഒരു സാരിക്ക് ലാഭം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ 11,600 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്ര കിട്ടിയിരിക്കും സാരിയുടെ കാര്യത്തിൽ? കല്യാൺ സിൽസ് പറഞ്ഞു ഞങ്ങൾ 390 രൂപയ്ക്കാണ് കൊടുത്തത്, അവിടെ 1000. എന്താണെന്നല്ലേ, ഇതിനേക്കാൾ ഭേദം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതായിരുന്നു. ആ പാവം കുട്ടികളൊക്കെ ഭരതനാട്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കുട്ടികളാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ വന്നു. പലരും വിചാരിച്ചു സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയാണ്. സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞ മട്ടില്ല. സംസ്ഥാനത്തിൻ്റെ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P. രാജീവും അറിഞ്ഞിട്ടില്ല ഈ വിഷയം എന്താണ്. അപ്പോൾ സംഭവം വലിയ തട്ടിപ്പാണ് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു.